ഖുർആനിന്റെ മാസമായ റമദാനിൽ പരിശുദ്ധ ഖുർആനുമായി ഒരുപാട് ബന്ധം ചേർക്കാനും ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും ശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഖുർആനുമായി ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം പാരായണങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്ന ഒന്നല്ല. നമ്മൾ പല ആൾക്കാരും മനസ്സിലാക്കിയത് ഒരുപാട് പാരായണം ചെയ്യുക പാരായണത്തിന് പുണ്യമുള്ളത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പ്രഥമ ലക്ഷ്യം സുന്ദരമായ പാരായണമല്ല. പാരായണം വേണ്ടതാണ്, പ്രഥമ ലക്ഷ്യം പാരായണമല്ല. പ്രഥമ ലക്ഷ്യം ഹിഫ്ളാക്കലല്ല. പ്രഥമ ലക്ഷ്യം തൗഹീദ് മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ തജ്വീദ് മത്സരങ്ങൾ സംഘടിപ്പിക്കലുമല്ല. ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം ആ ഖുർആനിന്റെ ആശയങ്ങളെ പിൻപറ്റലാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഖുർആനിനെ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രവാചകൻ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖായി, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായി മുഹമ്മദ് നബി ഉയർന്നതും വളർന്നതും. 1,24,000 നബിമാർ ലോക ചരിത്രത്തിൽ കടന്നു വന്നു. അതിൽ 315 ആളുകൾ മുർസലീങ്ങളായിരുന്നു. അപ്പൊ നബിമാരും മുർസലീങ്ങളും ഒന്നല്ല എന്നർത്ഥം. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. വഹിയുള്ള എല്ലാ ആളുകളും നബിമാരാണ്, പക്ഷെ എല്ലാ നബിമാരും മുർസലീങ്ങളല്ല. മുർസലീങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ട വ്യത്യാസം മുർസലീങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടുക. ഖുർആൻ പോലെ, ഇഞ്ചീൽ പോലെ, തൗറാത്ത് പോലെ, സബൂർ പോലെ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടുക മുർസലീങ്ങൾക്കാണ്. ആ മുർസലീങ്ങൾ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ പ്രബോധനം ചെയ്യലാണ് നബിമാരുടെ ഡ്യൂട്ടി എന്നർത്ഥം. ഈ 1,24,000 നബിമാരിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അഷ്റഫുൽ ഖൽഖായി മാറാൻ കാരണം, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായി മാറാൻ കാരണം റസൂലുള്ളാഹിക്ക് ആ ഖുർആൻ അവതരിപ്പിച്ചു എന്നതിനാലാണ്. മാത്രമല്ല, നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ പലപ്പോഴും പരാവർത്തി പറയാറുണ്ട്, റസൂലുള്ളാഹിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയോടാണ് ചോദ്യം. ആയിഷുമ്മ, റസൂലുള്ളാഹിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ആയിഷ ബീവിയുടെ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ. അപ്പൊ പല ആൾക്കാർക്കും അങ്ങനെ സംശയമാണ്, എങ്ങനെ ഇപ്പൊ സ്വഭാവം ഖുർആനാവുക? റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായത് കൊണ്ടാണ് പ്രവാചകൻ എല്ലാ നിലക്കും ഏറ്റവും നല്ല കുടുംബനാഥനായത്, അതുപോലെ തന്നെ ഏറ്റവും നല്ല വാപ്പയായത്, ഏറ്റവും നല്ല വിദ്യാർത്ഥിയായത്, ഏറ്റവും നല്ല ഭരണാധികാരിയായത്, ഏറ്റവും നല്ല നേതാവായത്. റസൂലുള്ളാഹിന്റെ സ്വഭാവവും പെരുമാറ്റവും ആദർശവും എല്ലാം ഖുർആനായി മാറിയപ്പോഴാണ്. ഹദീസുകളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് കാണാം. ഒരിക്കൽ റസൂലും ആയിഷ ബീവിയും കൂടെ രാത്രി വീട്ടിൽ, ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലുള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടെ വിരിപ്പിലേക്ക് കടന്നു. ഹദീസിലുള്ള പ്രയോഗം അർദ്ധരാത്രിയായി, നശത്രുൽ ലൈൽ അഥവാ രാത്രിയുടെ മധ്യഭാഗം, നട്ടപ്പാതിര നേരത്ത് രണ്ടാളും ഒരുമിച്ച് കിടക്കുകയാണ്. പ്രവാചകൻ പെട്ടെന്ന് നെട്ടി ഉണർന്നു. നെട്ടി എണീറ്റെങ്കിലും ഉണർന്നെങ്കിലും പ്രവാചകൻ എഴുന്നേറ്റിരുന്നത് റുവൈദൻ, വളരെ സാവകാശം റസൂൽ എഴുന്നേറ്റിരുന്നത്. എന്നിട്ട് റസൂൽ പറയണ അന്നീ ഖദ് റഖൈതു, ആയിഷ ബീവി ഉറങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ റസൂലുള്ളാഹി വളരെ സാവകാശം നടന്നുപോയി തന്റെ വസ്ത്രത്തെ റസൂലുള്ളാഹി അണിഞ്ഞു. റുവൈദൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പമ്മി പോവല്ലോ, പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ, ഇതേപോലെ പോയി തന്റെ റൂമിൽ നിന്ന് വസ്ത്രം അണിഞ്ഞു. പിന്നെ റസൂൽ അങ്ങനെ വസ്ത്രം ധരിച്ച് വളരെ സാവകാശം നടന്ന് വീടിന്റെ ഡോറ് പോയി തുറന്നു. റസൂലുള്ളാഹി വീട്ടിന്റെ പുറത്ത് കടന്നു. വളരെ സാവകാശം ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ ഡോറ് അടച്ചു. അപ്പൊ റസൂൽ മനസ്സിലാക്കിയത് ആയിഷ ബീവി ഉറങ്ങിക്കണമെന്നാണ്. പക്ഷെ ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആയിഷ ബീവിയാണ്. പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പിയാപ്പിൾ എന്താ ചെയ്യുന്നതെന്ന്. ആയിഷ ബീവി നോക്കിക്കൊണ്ടിരിക്കുക. റസൂൽ അങ്ങനെ എഴുന്നേൽക്കുന്നു, വളരെ സാവകാശം പോകുന്നു, വസ്ത്രം എടുത്ത് അണിയുന്നു, പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ തിരിച്ച് ഡോറിന്റെ അടുത്ത് പോകുന്നു, ഡോറ് തുറക്കുന്നു, പുറത്ത് കടക്കുന്നു, ഡോർ അടക്കുന്നു. ഡോർ അടച്ചതോടുകൂടി ആയിഷ ബീവിക്ക് സഹിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യവും ഈർഷ്യതയും വന്നു ആയിഷ ബീവിക്ക്. കാരണം എന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടുന്ന സമയം റസൂലുള്ളാഹി നട്ടപ്പാതിരക്ക് നീച്ചിട്ട് എങ്ങോട്ടാ പോണത്? വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അടുത്ത് കാണോ? ആദ്യം ഇതാണ് ആയിഷ ബീവിയുടെ മനസ്സിൽ വന്നത്. ആയിഷ ബീവിയും വിടാൻ തയ്യാറായില്ല. ഇതേപോലെ വസ്ത്രം ധരിച്ച് റസൂലുള്ളാഹിന്റെ പിന്നാലെ പോവാണ്. രാത്രി പാതിരാ നേരത്ത് പ്രവാചകരെ പിന്തുടരുകയാണ്.
എന്നാൽ റസൂൽ ആയിഷാ ബീവിയുടെ മുഴുവൻ ഉദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി റസൂൽ നേരെ പോയത് ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിലേക്കാണ്. ഏത് ജന്നത്തുൽ ബഖീ ഖബർസ്ഥാൻ? ഏതാ ഏതാ? ഈ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞിരിക്കണ്ട, പറഞ്ഞോ? ഏതാ ജന്നത്തുൽ ബഖീ ഖബർസ്ഥാൻ? മക്കത്താണോ മദീനത്താണോ? മദീനത്താണ്. ലോകത്തെ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ജന്നത്തുൽ ബഖീന് മാത്രം. കാരണം റസൂലുള്ളാഹിന്റെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന ഖബറാളികൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ചിലന്മാര് മദീനത്ത് പോയ എന്ത് പ്രാർത്ഥിക്കും? അല്ലാഹുവേ മദീനത്ത് ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചില ഹമുക്കന്മാർ അമീറന്മാർ പോയിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പാമി പറഞ്ഞോളിടാന്ന് പറഞ്ഞിട്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഒരു തൗഫീഖാണ്. മാത്രമല്ല ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഒന്നാമതായി ഊതപ്പെടുമ്പോൾ ലോകം മുഴുവനും അവസാനിക്കും. 40 വർഷത്തിന് ശേഷം രണ്ടാമത് ഊതപ്പെടുമ്പോ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചകന് ശേഷം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ജന്നത്തുൽ ബഖീയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഖബറാളികളാണ്. ഇതാണ് ജന്നത്തുൽ ബഖീ ഖബർസ്ഥാൻ. റസൂലുള്ളാഹി നേരെ അവിടേക്കാ പോയത്. അവിടെ പോയി റസൂലുള്ളാഹി തന്റെ കൈ ഉയർത്തി 3 തവണ പ്രാർത്ഥന നടത്തി. റസൂലുള്ളാഹി ഒരുപാട് സമയം അവിടെ സമയം ചെലവഴിച്ചു. അപ്പൊ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ആര് കാണുന്നുണ്ട്? ആയിഷാ ബീവി പിന്നെന്ന് ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി എന്താ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഫൻഹറഫ, റസൂലുള്ളാഹി തിരിഞ്ഞു. ആയിഷാ ബീവി പറയാണ് ഫൻഹറഫ്തു, റസൂലുള്ളാഹി തിരിഞ്ഞപ്പോ ഞാനും തിരിഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും തിരികെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ഓടാൻ തുടങ്ങി. നടക്കണ റസൂല് ഓടാൻ തുടങ്ങി. അപ്പൊ ഞാനും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോ ഓട്ടത്തിന്റെ വേഗത ഒന്നും കൂടെ ഒന്ന് കൂട്ടി. വളരെ വേഗത്തിൽ ശക്തമായി റസൂലുള്ളാഹി ഓടി. ഞാനും വളരെ വേഗത്തിൽ ഓടി. ഞാനും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനെ മുൻകടന്നു. വീട്ടിന്റെ ഉള്ളിൽ കയറി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ വിരിപ്പിൽ വന്നിട്ട് അവിടെ കിടന്നു. റസൂൽ തന്നെ കണ്ടിട്ട് പോകുമ്പോ ഞാൻ എങ്ങനെയാണോ കിടന്നിരുന്നത് അതേ കോലത്തിൽ വിരിപ്പൊക്കെ ഷേപ്പാക്കി അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ ഒരാൾ ഓടി വന്ന് കിടന്ന എങ്ങനെ ഉണ്ടാവും? ഹശിയൻ, ആയിഷാ ബീവിന്റെ നെഞ്ഞ് നന്നായി ഇടിക്കുന്നുണ്ട്. റാബിയത്തൻ, വയറ് നന്നായി വീർത്തിട്ടുണ്ട്. റസൂലുള്ളാഹി വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ അതാ കാണുന്നത്. മാലക്കിയ ആയിഷ, ആയിഷ നിനക്കെന്താ പറ്റിയത്? ഹശിയൻ, നിന്റെ നെഞ്ഞ് നന്നായി ഇടിക്കുന്നുണ്ടല്ലോ. റാബിയത്തൻ, നിന്റെ വയറ് നന്നായി വീർത്ത് കിട്ടുന്നുണ്ടല്ലോ. മാലക്കിയ ആയിഷ, ആയിഷ നിനക്കെന്താ പറ്റിയത്? അപ്പൊ പുതപ്പിന്റെ ഉള്ളിൽ നിന്നൊരു മറുപടി, കാലത്തില്ല, ഒന്നുമില്ല റസൂലേ, ഒരു പ്രശ്നമില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ പുതപ്പ് മാറ്റിട്ട് ചോദിച്ചു, എന്തോ ഉണ്ടായിട്ടുണ്ട്. എന്താ ഉണ്ടായിന്ന് എന്നോട് പറയണം. കാരണം ഞാൻ പോയപ്പോ കണ്ട ആളല്ല ഇപ്പൊ ഇവിടെ കിടക്കണത്. എന്താ ഉണ്ടായി എന്നോട് പറയണം. ഇനി നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ലത്തീഫുൽ ഖബീർ, ലത്തീഫുൽ ഖബീർ എന്നോട് പറയും. ആരാ ലത്തീഫുൽ ഖബീർ? ആരാ? അല്ലാഹ് പറയും, വഹീ വരും. അതോട് മര്യാദക്ക് പറഞ്ഞോ. കുടുങ്ങിയല്ലോ, കുടുങ്ങി. അങ്ങനെ ആയിഷാ ബീവി റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നു. പുതപ്പുന്ന് വിരിപ്പിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നു. ഒരു ചമ്മലോട് കൂടി ആയിഷാ ബീവി നടന്ന സംഭവം മുഴുവനും വിശദീകരിക്കുകയാണ്. റസൂലേ, നിങ്ങൾ നീറ്റതും വസ്ത്രട്ടതും നടന്നു പോയതും ഡോർ തുറന്നതും പോയതൊക്കെ ഞാൻ കണ്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ സഹിക്കാൻ പറ്റില്ല റസൂലേ, അതാ ഞാൻ പിന്നാലെ വന്നത്. അപ്പൊ റസൂലുള്ളാഹി അതിങ്ങനെ സംസാരിച്ച് വരുമ്പോ ഒരു ചമ്മലോട് കൂടി തലയും താഴ്ത്തിയിട്ട് ആയിഷാ ബീവി വിശദീകരിക്കുന്നത്. ഇടയിൽ റസൂലുള്ളാഹി ഇടപെട്ടു. ഫഅൻതി സവാദുല്ലദീ റഅയ്തു അമാമി, ഞാൻ ജന്നത്തുൽ ബഖീയിൽ നിന്ന് ഇങ്ങനെ തിരികെ വരുന്ന സമയത്ത് എന്റെ മുന്നിൽ കണ്ട കറുത്ത നിഴൽ അത് നിങ്ങളായിരുന്നല്ലേ ആയിഷ? അപ്പൊ കാലത്ത് ആയിഷ ബീവിന്റെ മറുപടി, നഅം, അതെ റസൂലേ, അത് ഞാൻ തന്നെ, വേറെ ആരുമല്ല. കാരണം റസൂൽ ഇങ്ങനെ തിരിച്ച് നടന്നു വരുമ്പോഴാണ് ഒരു നിഴല് കണ്ടത്. അതാണ് നടക്കുന്ന റസൂൽ എന്ത് ചെയ്തത്? പെട്ടെന്ന് നിഴലിന്റെ പിന്നാലെ ഓടിയത്. കുറച്ച് കഴിഞ്ഞപ്പോ നിഴലുമില്ല, ആളെയും കാണാനില്ല. അത് നിങ്ങളായിരുന്നല്ലേ ആയിഷ? അതെ റസൂലേ, ഞാൻ തന്നെ. അപ്പോഴാണ് റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കുന്നത്, ആയിഷ, നിന്റെ കൂടെ നിന്റെ ശൈത്താൻ വന്നു, പിശാച് വന്നു. ആയിഷ ഭയങ്കര അത്ഭുതമായി. അപ്പൊ ശൈത്താൻ, റസൂലേ നിന്റെ കൂടെ ശൈത്താൻ ഉണ്ടോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ നിന്റെ കൂടെ ശൈത്താൻ ഉണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, എല്ലാ മനുഷ്യന്മാരുടെ കൂടെ ശൈത്താൻ ഉണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ എല്ലാ മനുഷ്യന്മാരുടെ കൂടെ ശൈത്താൻ ഉണ്ട്.
അപ്പൊ വീണ്ടും ചോദ്യം, പ്രവാചകരെ നിങ്ങളെ കൂടെ ശൈത്താനുണ്ടോ? ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നത്തെ 2 ചോദ്യം എന്ത് ചെയ്തത് ചോദിച്ചത്. നിങ്ങളെ കൂടെ ശൈത്താനുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, എന്റെ കൂടെയും ശൈത്താനുണ്ട്. വലാകിൻ അഗാനനി റബ്ബി ഹത്താ അസ്ലിം, എന്നാൽ എനിക്കും എന്റെ കൂടെയുള്ള പിശാചിനും ഇടയിൽ അല്ലാഹു ഒരു മറയിട്ടിട്ടുണ്ട്. അഥവാ അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിം ആയിട്ടുണ്ട്, അവൻ ഒരിക്കലും എന്നെ പഴപ്പിക്കാൻ കഴിയില്ല. ഇവിടെ സാന്ദർഭികമായി ചോദിക്കണം, ഇവിടെ ഈ ശൈത്താൻ എന്ന് പറഞ്ഞത് ആരെ പറ്റിയ ശൈത്താൻ എന്ന് പറഞ്ഞു? മനുഷ്യന്മാരെ പറ്റിയ ആണോ? അല്ല. പിന്നെ മലക്കളെ പറ്റിയ ആണോ? അല്ല. അതിനാരെ പറ്റിയ? മനുഷ്യന്മാരെ, കാരണം ഓരോ മനുഷ്യന്റെ കൂടെയുള്ള ശൈത്താനെ പറ്റിയ പറഞ്ഞു. മനുഷ്യന്മാരെ കൂട്ടത്തിൽ കുറെ ശൈത്താന്മാരുണ്ട്, വേറെ കാര്യം അതല്ല. അപ്പൊ ജിന്നുകളെ പറ്റി റസൂൽ എന്ത് പറഞ്ഞു? ശൈത്താൻ എന്ന് പറഞ്ഞു. ഈ ജിന്നുകളെ നേതാവാരാ? നമ്മളെ നാട്ടിലെ ജിന്നുകളെ നേതാവല്ല, ജിന്നുകളെ നേതാവാരാ? ആരാ ജിന്നുകളെ നേതാവ്? ആരാ? ഇബ്ലീസാണ് ജിന്നുകളുടെ നേതാവ്. റസൂലുള്ളാഹി എല്ലാ മനുഷ്യന്മാരെ കൂടെയും ശൈത്താൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് എല്ലാ മനുഷ്യന്മാരെ കൂടെ ഉണ്ടാവും എന്നാണ് അർത്ഥം? അല്ല. ഇബ്ലീസ് കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള മനുഷ്യനാണ്. മൂപ്പരെല്ലാം മനുഷ്യന്മാരെ കൂടെ ഒന്നും ഉണ്ടാവില്ല. ഇബ്ലീസിന് കുറച്ച് കൂട്ടക്കാരും കുടുംബക്കാരും പെണ്ണുങ്ങളും കുട്ടികളും വെല്ലിപ്പിയും മൂത്താപ്പിയും എളാപ്പും ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇബ്ലീസ് മാത്രമല്ല, ഇബ്ലീസിന് കുറച്ച് കുടുംബമുണ്ട്. ഇബ്ലീസിന്റെ പണി ബാക്കിയുള്ള ആൾക്കാരെ ഇറക്കി വിടലാണ്. അള്ളാഹുവിന് ഒരു അർശുണ്ട്, അതെവിടെ? ആകാശത്താണ്. ഇബ്ലീസിന് ഒരു അർശുണ്ട്, സിംഹാസനുണ്ട്, അതെവിടെയാണ്? എവിടെ? ഭൂമിയിലെവിടെ? വെറുതെ ഈ കമ്മട്ടം പറയണ്ട. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥലമായി. ഭൂമിയിലെവിടെ? സമുദ്രത്തിലാണ്. ഇബ്ലീസ് രാവിലെ നേരത്തെ അതിൽ കയറിയിരിക്കുന്ന, എന്നിട്ട് കുടുംബക്കാരെ മുഴുവൻ തരും, കുട്ടി ശൈത്താന്മാരെ മുഴുവൻ ഇളക്കി വിടും, ഓരോരുത്തരെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൂര്യാസ്തമയ ശേഷം ഇതേമാതിരി ഇബ്ലീസ് വീണ്ടും അതിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് ശൈത്താൻ എടുക്കുന്ന ആരൊക്കെ പഴപ്പിച്ചത്? മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയിലെ ഇന്ന മനുഷ്യൻ പഴപ്പിച്ചോ അല്ലേ? അത് ഓടിച്ചെടുക്കലാണ് ഇബ്ലീസിന്റെ പണി. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ പൊതുവെ സൂചിപ്പിച്ചത് ശൈത്താൻ എന്ന് പറഞ്ഞ് പിശാചുക്കളുടെ കൂട്ടത്തിലാണ്. ഇപ്പൊ റമദാനെ പറ്റി നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആദ്യം തൊട്ടേ കേട്ട ഹദീസായിരിക്കും, സിൽസിലത്തി ശയാത്തീൻ. അല്ലാഹു എന്ത് ചെയ്യും? റമദാനിൽ പിശാചുക്കളെ ചങ്ങലക്കിടും. റമദാനിൽ ആര് നമ്മളെ പഴപ്പിക്കൂല? ശൈത്താൻ നമ്മളെ പഴപ്പിക്കൂലെന്നാ സാധാരണ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും തെറ്റും കുറ്റൊക്കെ ചെയ്താൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ചില ആൾക്കാർ പറയും, ഞാനല്ല, ശൈത്താനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് ശൈത്താൻ നമ്മളെ ക്രെഡിറ്റ് കൊടുക്കും. പക്ഷെ റമദാനിൽ ആ ക്രെഡിറ്റ് കൊടുക്കാൻ വകുപ്പൊന്നുമില്ല. കാരണം അല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ശൈത്താനെ പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ വല്ല തെറ്റും ചെയ്താൽ അത് നിങ്ങളെ സ്വന്തം അക്കൗണ്ടിൽ നിങ്ങൾ എടുത്തോളണം ക്രെഡിറ്റ്. ചില ആൾക്കാരെ റമദാനിൽ പോലും ചില ആൾക്കാരെ പണി കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും, അള്ളങ്ങാനും ചങ്ങലക്കിടാൻ മറന്നുപോയ ശൈത്താനാണ്. ആ രൂപത്തിൽ എന്ത് ചെയ്യരുത്? നമ്മുടെ റമദാനിനെ കളഞ്ഞു പിടിക്കുന്ന വിശ്വാസികളായി മാറരുത്. ഈ രൂപത്തിൽ ഇപ്പോ റമദാന്റെ ദിനരാത്രങ്ങളിൽ പോലും, പ്രത്യേകിച്ച് റമദാൻ 17 ആകുമ്പോ ബദരീങ്ങളെ വിളിച്ച് അതല്ലാത്ത കോലത്തിൽ പല ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും എല്ലാം ഈ സുന്ദരമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ പോലും പിശാചിന്റെ പിന്നാലെ പോയി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നും നാം പെട്ടുപോകരുത് എന്നർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പൊതുവായി ആമായി ജിന്നുകളെ പരിചയപ്പെടുത്തിയത് ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി ശൈത്താൻ എന്ന് പറഞ്ഞ വിഭാഗത്തെ പറ്റി നമ്മൾ വല്ലാതെ ചർച്ച ചെയ്താൽ കയ്യാണോ, ഹാദറാണോ, ഖാദിറാണോ, ഗൈബാണോ, കഴിവില്ലതാണോ, ഇല്ലാത്തതാണോ, പുഴന്റെ പുറത്താണോ, ഉള്ളിലാണോ, ഇറ്റത്താണോ, വെളിച്ചത്താണോ, മുസ്ലിമാണോ, കാഫിറാണോ എന്നൊക്കെ ഇബിലീസിന്റെ ഹദീസിന്റെ ശറഹിലൊക്കെ ഉള്ള ഇബിലീസിന്റെ പ്രേരണ ഉണ്ടാവില്ല. ഇബിലീസ് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ആ പ്രേരണ എന്തുണ്ടാവില്ല. പിന്നെ ചെയ്യുന്നത് മുഴുവൻ ആരാണ്? അതിന്റെ ആദ്യകാലത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ മനസ്സിൽ അവൻ ചെയ്യപ്പെട്ട വസ്വാസുകളും ആ തോന്നലുകളൊക്കെ പിന്നെ നമ്മളെ ശരീരം ചെയ്യാണ്. റമദാനില് ഈ പറഞ്ഞ ചെയ്യുന്നത് അതാണ് പറഞ്ഞ, റമദാനില് നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ കുറ്റത്തിന്റെ ക്രെഡിറ്റൊക്കെ നമുക്ക് മാത്രമാണ്. ഇബിലീസിന്റെ പ്രേരണ വിഷയത്തിൽ ഉണ്ടാവില്ല. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു വിശ്വാസി പുറത്ത് കടക്കണം. അങ്ങനെ പുറത്തു കിടക്കുമ്പോഴാണ് തഖ്വയും സൂക്ഷ്മതയും ഈമാനൊക്കെ ഉണ്ടാവുക.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈത്താൻ എന്ന് പരിചയപ്പെടുത്തി അതിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ചർച്ച പോകണ്ടെന്ന് അർത്ഥം. റസൂലുള്ളാഹി ഇത് വിശദീകരിച്ചതോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം അവിടെ തീർന്നു. ആയിഷ ബീവിക്ക് പിന്നെ അതിനെപ്പറ്റി സംശയമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മളെ നാട്ടിലെ കുറെ ആൾക്കാരുടെ സംശയം ഇന്നും തീർന്നിട്ടില്ല. ഇതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി ഇങ്ങനെ ചേർത്ത് വിളിച്ചു. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ലാഹുവും റസൂലും ആയിഷ നിന്റെ വിഷയത്തിൽ അനീതി കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആയിഷ എന്ന് ചോദിക്കുകയാണ്. ആയിഷ ബീവി തലയും താഴ്ത്തിയ ചമ്മലോട് കൂടെ തന്നെയാണ് മറുപടി. നാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യമെല്ലാം പടച്ച റബ്ബ് അറിയുന്നുവല്ലേ എന്ന് ആയിഷ ബീവി മറുപടി പറഞ്ഞു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ആ സന്ദർഭത്തെ പ്രവാചകൻ ഇടപെടുകയും പക്വമായ രൂപത്തിൽ അതിൽ പ്രവാചകൻ പെരുമാറുകയും അതുപോലെ തന്നെ ആ സന്ദർഭത്തെ പ്രവാചകൻ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഖുർആനാണ്, ഖുർആന്റെ മാസമാണ്, ഖുർആൻ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആൻ ആയതുകൊണ്ടാണ് ഇത്രയേറെ സുന്ദരമായ രൂപത്തിൽ ആ വിഷയത്തിൽ റസൂലുള്ളാഹിക്ക് ഇടപെടാനും പെരുമാറാനും കഴിഞ്ഞത്. അങ്ങനെ റസൂൽ ആയിഷ ബീവി ഇരിപ്പിൽ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് ആയിഷ ബീവി ചോദിക്കുന്നത്, റസൂലെ നിങ്ങൾ ഇന്നലെ ജന്നത്തുൽ ബഖീ പോയപ്പോ കൈ ഉയർത്തി 3 തവണ പ്രാർത്ഥിച്ചല്ലോ, നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾ ഖബറാളികൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് മനപ്പാടുള്ള പ്രാർത്ഥന ഏതാണ്? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഈ ഹദീസിന്റെ ബാക്കി പത്രമായിട്ടാണ്. അപ്പൊ ഏറ്റവും സുന്ദരമായ റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലൂടെ ആ ജീവിതത്തെ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒരു സഭയിൽ വെച്ച് പോലും, വലിയൊരു സദസ്സിൽ വെച്ച്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പ്രവാചകന്റെ പത്നിമാരെല്ലാം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ വാക്കിന്റെ അർത്ഥം എന്താ? മുഅ്മിനീങ്ങളുടെ ഭാര്യമാരാണ്. മുഅ്മിനീങ്ങൾ ആരെയും മുഅ്മിനാരാ? മുഅ്മിനും മുസ്ലിമും ഒന്നാണോ? ആണോ? അല്ല. മുഅ്മിനും മുസ്ലിമും ഒന്നല്ല. നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞ എല്ലാവരും ഏത് കൂട്ടത്തിൽ പെട്ടു? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെട്ടു. പക്ഷെ എല്ലാ മുസ്ലിം എന്തല്ല? മുഅ്മിനല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആദർശം ഉണ്ടാവണം, ഒന്ന് തൗഹീദ് ഉണ്ടാവണം, അള്ളാനെ മാത്രം വിളിക്കുന്നവനായിരിക്കണം. ചരട്, നൂല് ഇമാരി കുറെ വള്ളിക്കെട്ട് സാധനങ്ങളുടെ പിന്നാലെ പോവാത്തവനാവണം. പൂർണ്ണമായി പ്രതീക്ഷ അള്ളാഹുവിൽ അർപ്പിക്കുന്നവനാവണം ഒരു മുഅ്മിൻ. കൃത്യമായി നിസ്കരിക്കുന്നവൻ, നോമ്പ് നോൽക്കുന്നവൻ, അതുപോലെ തന്നെ കർമ്മങ്ങളിലൊക്കെ സൂക്ഷ്മതയുള്ളവൻ മുഅ്മിൻ. ഇങ്ങനെ മുഅ്മിനീങ്ങളുടെ മാതാവാണ് പ്രവാചകന്റെ ഭാര്യമാര്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മളെ ഭാര്യമാര്, മുസ്ലിമീങ്ങളുടെ ഭാര്യമാരല്ലോ. ഉമ്മഹാത്തുൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്. നമ്മളെ ഉമ്മാരാന്ന് പറയുമ്പോ നമ്മൾ ആദ്യം ആരാവണം? നമ്മളമ്മാരാവണമെങ്കിൽ നമ്മളെ മുഅ്മിനീങ്ങളാവണം. പ്രവാചകന്റെ പത്നിമാരും അതുപോലെ തന്നെ ഉന്നതരായ സ്വഹാബത്തൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സദസ്സാണ്. ആ സദസ്സിൽ പെട്ടെന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കയറി വന്നു. എന്നിട്ട് അംർ ഇബ്നു ആസ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? ഈ അംർ ഇബ്നു ആസ് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്വഹാബിയാണ്. അംറിനെ അറിയാം റസൂലുള്ളാഹിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ ഈ ഒരു സഭയിൽ വെച്ച് ചോദ്യം ചോദിക്കാൻ കാരണം, ആ സഭയിൽ വെച്ച് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോ എന്റെ പേര് റസൂലുള്ളാഹി പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കേൾക്കുകയും വേണം. എന്നിട്ട് അതിന്റെ പുറത്ത് ഊറ്റം കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം, റസൂലേ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? അപ്പൊ ചോദ്യം കേട്ടാൽ ഇപ്പൊ നമുക്ക് തോന്നും വളരെ സിമ്പിൾ ചോദ്യമാണ്. അല്ല, നിങ്ങളെ മോനെ അല്ലെങ്കിൽ മോളെങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വാപ്പിയും കൂടെ ചെന്നിട്ട് മോനെ എനിക്ക് വാപ്പാനേനോ ഇഷ്ടം ഉമ്മാനേനോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചിലപ്പോ മോൻ പറയും ബാപ്പമ്മാന്ന്. വാപ്പാനെ പറഞ്ഞ അമ്മാക്ക് സങ്കടവും, ഉമ്മാനെ പറഞ്ഞ വാപ്പാക്ക് സങ്കടം. ഇതൊരു സഭയിൽ വെച്ചാണ് ചോദ്യം, റസൂലേ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? റസൂലുള്ളാഹിക്ക് ഒരു ആശങ്കയുണ്ടായില്ല. റസൂലുള്ളാഹിന്റെ മറുപടി ആയിഷയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അടുത്ത ചോദ്യം, റസൂലേ ആയിഷ കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം? റസൂലുള്ളാഹി പറഞ്ഞു അബൂഹ, അവളുടെ ഉപ്പയാണ്. ആരാ ആയിഷയുടെ ഉപ്പ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പെണ്ണുങ്ങൾ കഴിഞ്ഞ അമ്മോസാക്കാൻ ഇഷ്ടം എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ പെണ്ണുങ്ങളെയാണ് ഒന്നാമത് ഇഷ്ടം എന്ന് പറഞ്ഞത്, രണ്ടാമത് അമ്മോസാക്കാന്റെ പേരിൽ എത്ര ആൾക്കാരുണ്ടാവും? റസൂലുള്ളാഹിന്റെ മറുപടി അമ്മോശൻ അബൂബക്കറിനെ ഇഷ്ടം. അപ്പൊ അടുത്ത ചോദ്യം, റസൂലേ അബൂബക്കർ കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം? അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ അംറിന്റെ പേര് പറയാൻ തയ്യാറാവുകയാണ്. പക്ഷെ മൂന്നാമത്തെ ചോദ്യം വന്നപ്പോ ഒന്നാമത്തെ സൊഫിൽ ഉമറുണ്ട്. ഉമറിന്റെ മുഖം മാറി. ഇത് റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു ഉമറിനെ ഇഷ്ടം. അപ്പൊ വീണ്ടും ചോദ്യം, റസൂലേ ഉമർ കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം?
റസൂലുള്ളാഹി പറഞ്ഞു അംറേ നിന്നെ ഇത് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി, അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായി. ആ സദസ്സിൽ ഇങ്ങനെ ചിരിച്ച് നല്ല സുമുഖനായി മുഖം പ്രസന്നമായി അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മറ്റു സ്വഹാബത്തൊക്കെ ഇനി ഇദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കുന്ന പ്രതീക്ഷിച്ച് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചോദിക്കുന്നില്ല, സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മറ്റു സ്വഹാബത്ത് ഇതേ ചോദ്യം ചോദിക്കാൻ തയ്യാറായി. അപ്പൊ അംറ ഇടപെട്ടു, അംറ എല്ലാരും പിടിച്ചിരിച്ചു. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വിശദീകരണം അംർ ഇബ്നു ആസ് പറയാണ്, ഇനി ആരെങ്കിലും അതേ ചോദ്യം ചോദിച്ചാൽ എന്റെ സ്ഥാനം പുറകിലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പിടിച്ചിരുത്തിന. ഒരു സഭയിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടമാരെയാണെന്ന ചോദ്യത്തിന് തന്റെ പ്രിയതമയെ പറയുമാർ അവസ്ഥയിൽ പ്രവാചകൻ തന്റെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലെല്ലാം പ്രവാചകന്റെ പെരുമാറ്റം ഖുർആനായിരുന്നു. അപ്പൊ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് പുറത്ത് അതിനെ സ്വഭാവമായി, സംസ്കാരമായി, നമ്മുടെ ജീവിതത്തിന്റെ ചിഹ്നമായി ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റസൂലുള്ളാഹിന്റെ ജീവിതം എല്ലാ നിലക്കും നമുക്കതിനുള്ള മാതൃകയാണ് എന്ന തിരിച്ചറിവുണ്ടാവുക, ആദർശത്തെ ചേർത്ത് പിടിക്കുക, പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ബിദ്അത്തുകളെയും ശിർക്കിനെയും ഖുറാഫാത്തിനെയും ഈ രൂപത്തിൽ ഓരോ സന്ദർഭത്തിൽ വരുന്ന പുത്തനാചാരങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി കണിശമായി മാറ്റി നിർത്തി സുന്നത്തിന്റെ അഹലുകാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരിൽ അല്ലാഹു നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഉന്നതമായ ആദർശത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ അഹോരാത്രം പണിയെടുത്ത നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രബോധകന്മാർ അല്ലാഹുവിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ചറബ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു നാട്ടിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, പള്ളിയുടെ സംരംഭവുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ അല്ലാഹുവിന്റെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പോലെ സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരു ഭവനം പടച്ചറബ് അവർക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ അത്തിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ عذاب النار رب ارحمهما كما ربيانا صغيرا آمين آمين برحمتك يا أرحم الراحمين.